പാറ്റകളെ പോലീസ് പറപ്പിച്ചു, പന്തലും പൊളിച്ചു. ജൂൺ മാസം 20 മുതൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്ന് പോലീസ് ബലമായി പിരിച്ചുവിട്ടു. ഇന്ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് പാർലമെന്റിലേക്ക് സൻസദ് മാർച്ച് എന്ന പേരിൽ ഒരു മാർച്ച് CJP പ്രഖ്യാപിച്ചു. എന്നാൽ ഈ മാർച്ചിന് പോലീസ് അനുമതി നൽകിയില്ല. അതേ തുടർന്ന് ഇന്ന് അഭിജിത് ദിപ്കെ, അതായത് CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദിപ്കെ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് മാർച്ചിന് തുടക്കം കുറിച്ചതോടുകൂടി പോലീസ് ലാത്തിചാർജ് ചെയ്തു. ഈ സമരക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു. അഭിജിത് ദിപ്കയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതോ അജ്ഞാത കേന്ദ്രത്തിലാണ് അഭിജിത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രമാണ് പുറത്തു വരുന്ന വിവരം. ഇന്ന് രാവിലെ തന്നെ സംഘർഷഭരിതമായിരുന്നു ഡൽഹിയിലെ ജന്തർ മന്ദിർ. 5000-ഓളം പോലീസുകാരെയാണ് അവിടെ വിന്യസിച്ചത്. അവിടെ പോലീസ് ഇന്നലെ രാത്രി തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസിന് പുറമെ CRPFും അവിടെ സുരക്ഷയ്ക്കായി വന്നു. അതിനുശേഷമാണ് നാടകീയ രംഗങ്ങൾ ഇന്ന് 11 മണിയോടുകൂടി ആരംഭിച്ചത്. അഭിജിത് ദീപ്കെ നിരാഹാര സമരം അവസാനിപ്പിച്ച് അനുയായികളെയും കൂട്ടി സമരത്തിന് ഒരുങ്ങിയപ്പോൾ ഒരു സ്ത്രീ അഭിജിത് ദീപ്കയുടെ ശരീരത്തിലേക്ക് മഷി ഒഴിച്ചു. അതേ തുടർന്ന് അവിടെ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, ലാത്തിചാർജ് പ്രയോഗിച്ചു. അങ്ങനെ അവിടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും പിരിച്ചുവിട്ടു പോലീസ്. അവിടെ ലാത്തിചാർജ് ചെയ്ത് ടിയർ ഗ്യാസ് പ്രയോഗിച്ച് സമരക്കാരെ മുഴുവൻ പോലീസ് ഒന്നടങ്കം പിരിച്ചുവിട്ടു. ജന്തർ മന്ദർ വെടിപ്പാക്കി പാറ്റകളെ പറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം അഭിജിത് ദീപ്കയെ പൊക്കിയെടുത്ത് അകത്തിട്ടു. ഇപ്പോൾ അയാൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചു, അദ്ദേഹം ജൂൺ 28 തുടങ്ങിയ നിരാഹാര സമരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണല്ലോ അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 4 ദിവസം മുൻപാണ് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത്. അതിനുശേഷം നിരാഹാര സമരം ഏറ്റെടുത്തത് അഭിജിത് ദീപ്കെയാണ്. ഇന്ന് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് അവരെ പിരിച്ചുവിടുകയായിരുന്നു. അവർക്ക് പിന്തുണയുമായി എത്തിയ SFIക്കാരടക്കം ഐസ സംഘടന അടക്കമുള്ള മുഴുവൻ പേരെയും അടിച്ചു ഓടിച്ച് ജന്തർ മന്ദിർ ക്ലിയർ ആക്കിയിരിക്കുകയാണ്. ഇതിനിടെ CJPക്കാർ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണല്ലോ ഇവരുടെ ആവശ്യം. ഇപ്പോഴത്തെ പോലീസ് നടപടി താൽക്കാലികമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുന്നത് വരെ തങ്ങൾ ശക്തിയുക്തം വീണ്ടും തിരിച്ചു വരുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമായിരുന്നല്ലോ ഇവരുടെ ആവശ്യം. അങ്ങനെ ഒരു ആവശ്യം നേടിയെടുക്കുന്നത് വരെ തങ്ങൾ ഇനിയും നിരാഹാര സമരമടക്കമുള്ള സമരമുറകൾ തുടരുമെന്നാണ് ഇപ്പോൾ പാർട്ടി വക്താവായിട്ടുള്ള സൗരവ് ദാസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു അവകാശവാദം കൂടി സൗരവ് ദാസ് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലീസ് ലാത്തിചാർജിനിടയിൽ സൗരവ് ദാസ് അടക്കമുള്ള CJPയുടെ മുതിർന്ന നേതാക്കൾ ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സൗരവ് ദാസിന്റെ അവകാശവാദം. അദ്ദേഹം പറയുന്നത് 2 മണിക്കൂറോളം തങ്ങൾ JP നദ്ദയെ കാണാൻ വേണ്ടി അവിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കാത്തുനിന്നു. ഒടുവിൽ നദ്ദ അവർക്ക് സമയം അനുവദിച്ചു. 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് അനുവദിച്ചത്. ആ കൂടിക്കാഴ്ചയിടയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമല്ല ആവശ്യങ്ങൾ അടങ്ങിയ ഒരു കത്ത് JP നദ്ദയ്ക്ക് കൈമാറുകയും ചെയ്തു എന്നാണ് CJP വക്താവായിട്ടുള്ള സൗരവദാസ് പറയുന്നത്. എന്നാൽ മന്ത്രിയാകട്ടെ മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല. അത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് എന്നതിനെ കുറിച്ച് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ്. അതേക്കുറിച്ച് അറിയില്ല. അത് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. അതേസമയവും CJP പറയുന്നത് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. അക്കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസ് ആ അവകാശവാദം നിഷേധിക്കുകയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ പാറ്റകളോട് ആണ് സൂര്യകാന്ത് മിശ്ര, സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് സൂര്യകാന്ത്
സോണിയാഗാന്ധി മിശ്ര ഉപമിച്ചത്. അന്നു മുതലാണ് ഈ CJP പാർട്ടി രൂപീകൃതമായത്. കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന പേരിൽ ഒരു ജെൻസിയുടെ ഒരു വിപ്ലവം എന്ന നിലയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഈ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള CJPയുടെ വലിയ ക്യാമ്പയിൻ തുടങ്ങിയത് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ കടത്തിവെട്ടുന്ന രീതിയിലൂടെ വലിയ പിന്തുണ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വഴി ലഭിച്ചു. അതൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജന്തർ മന്ദറിൽ അവർ അനിശ്ചിതകാല നിരാഹാര സമരമടക്കം ജൂൺ 20 പ്രഖ്യാപിച്ചതും അതിൻ്റെ ഭാഗമായി നിരാഹാര സമരമടക്കം നടത്തി വന്നതും. ആ നിരാഹാര സമരത്തെയും അവരുടെ പ്രക്ഷോഭങ്ങളെയുമാണ് ഇന്ന് പോലീസ് പിരിച്ചുവിട്ടത്. അവിടെ പന്തല് പൊളിച്ചു കളഞ്ഞു, പാറ്റകളെ പറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.